സോ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രീസെറ്റാണ് തരാൻ വേണ്ടി പോകുന്നത്. ഇതൊരു വെഡ്ഡിങ് ആൻഡ് പ്രീ വെഡ്ഡിങ് ഫോട്ടോസൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രീസെറ്റാണ്. സോ ഈ ഒരു പ്രീസെറ്റ് നിങ്ങൾ ഫോട്ടോനിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ തന്നെ നിങ്ങളുടെ ഫോട്ടോന് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇമേജ് എടുത്തിരിക്കുന്നത് സോണി ക്യാമറയിലാണ്. സോണിയുടെ ILCE7M3 മോഡൽ ക്യാമറയിലാണ് ഈ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെൻസ് വരുന്നത് 85mm ആണ്. നിങ്ങളും ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ഇതേ രീതിയിലുള്ള ഔട്ട്പുട്ട് നിങ്ങളുടെ ഇമേജിന് കൊണ്ടുവരാൻ പറ്റും. ഇനി അതല്ല വേറെ ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോട്ടോനനുസരിച്ച് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വാല്യൂസിൽ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേ രീതിയിൽ ഔട്ട്പുട്ട് തന്നെ നിങ്ങളുടെ ഫോട്ടോനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് പ്രീസെറ്റിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് പ്രീസെറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തിട്ട് താഴത്തെ മേക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് Paytm ഫോൺ പേയോ ഗൂഗിൾ പേ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളെ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ 4 പ്രീസെറ്റ് കാണാൻ കഴിയും. അതിൻ്റെ അകത്ത് 2 DNG ഫയൽസാണ്. അപ്പോൾ DNG ഫയൽസും ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ പ്രീസെറ്റും ഉണ്ട്, മാസ്കിംഗ് പ്രീസെറ്റും ഉണ്ട്. മാസ്കിംഗ് പ്രീസെറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇമേജ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പം XMP ഫയൽസ് 2 ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതായത് മാസ്കിംഗ് പ്രീസെറ്റും നോർമൽ പ്രീസെറ്റും ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ നേരെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫിൽറ്ററിൽ പോവുക. ഫിൽറ്ററിൽ പോയതിനു ശേഷം ക്യാമറ റോ ഫിൽറ്റർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് ഏറ്റവും അടിയിലായിട്ടൊരു ത്രിബിൾ ഡോട്ട് കാണാൻ കഴിയും. ജസ്റ്റ് ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് സെറ്റിംഗ് കൊടുക്കുക. ലോഡ് സെറ്റിംഗ് കൊടുത്തതിന് ശേഷം നമ്മളിപ്പം സേവ് ആക്കി വെച്ച XMP പ്രീസെറ്റ് ചെയ്ത് ഫയലാണുള്ളത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഒലീവ് ഗ്രീൻ എന്നുള്ളൊരു പ്രീസെറ്റ് സെലക്ട് ചെയ്യുക. അത് നോർമൽ പ്രീസെറ്റാണ്. സോ നോർമൽ പ്രീസെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഔട്ട്പുട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പം ഇതാണ് നോർമൽ പ്രീസെറ്റ് ഇട്ടാനുള്ള ഔട്ട്പുട്ട്. ഇനി നിങ്ങൾക്ക് മാസ്കിംഗ് പ്രീസെറ്റ് ഇട്ടാനുള്ള ഔട്ട്പുട്ട് ഞാൻ കാണിച്ചാൽ ജസ്റ്റ് ത്രിബിളോട്ട് ക്ലിക്ക് ചെയ്യുക, ലോഡ് സെറ്റിംഗ് കൊടുക്കുക. അതിനുശേഷം ഒലീവ് ഗ്രീൻ മാസ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത് കുറച്ച് ടൈം എടുക്കും ആ ഒരു മാസ്കിംഗ് കംപ്ലീറ്റ് ചെയ്യാനാണ്. സോ ഇതാണ് ഒരു ഔട്ട്പുട്ട് കിട്ടുക. ഇതാണ് കറക്റ്റായിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നേരെ മാസ്കിൻ്റെ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വാല്യൂസ്, ഓരോ ടൂൾസിൻ്റെ വാല്യൂസ് കാണാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാസ്കിംഗ് പ്രീസെറ്റ് ആഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു ഈ ഒരു ഡാർക്കായിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അപ്പം മൊബൈലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്രാക്കഡ് വേർഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ മാസ്കിംഗ് ഓപ്ഷൻ എനേബിൾ ആക്കാൻ പറ്റും. ഇനി അതെല്ലാം നിങ്ങൾ ഫോട്ടോഷോപ്പ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നേരെ എൻ്റെ വാട്സപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കാറ്റലോഗ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഏത് പ്രീസെറ്റാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് അവിടെ നിന്ന് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീസെറ്റ് കിട്ടുന്നതാണ്. വാട്സപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു പ്രീസെറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടാണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസ് ഇതുപോലത്തെ വെഡ്ഡിങ് ആൻഡ് പ്രീ വെഡ്ഡിങ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് കഴിഞ്ഞാൽ മതി. ആ ഒരു ഫോട്ടോസ് അയച്ചു തന്നാൽ മതി. ഞാൻ പെയ്ഡ് വർക്കായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.